ഭ്യോ നമ. ഇന്ന് ഇപ്പൊ നമ്മളിവിടെ വിശദീകരിക്കാൻ പോണത് ശുക്രദശാഫലങ്ങളാണ്. ശുക്രദശാഫലങ്ങൾ. ശുക്രന്റെ കാലാവധി 20 വർഷമാണ്. ശുക്രദശ 20 വർഷം. അപ്പൊ ഇത് ഇഷ്ടസ്ഥാനത്ത് നിന്നാൽ, ജാതകത്തിലെ ഇഷ്ടസ്ഥാനത്ത് ശുക്രൻ നിന്നാൽ ഉണ്ടാകുന്ന ഫലങ്ങളാണ് നമ്മളിവിടെ വിശദീകരിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് വിശേഷ വസ്ത്രലാഭം. നല്ല നല്ല വസ്ത്രങ്ങൾ, ഇപ്പോൾ ബന്ധത്തിലുള്ളവരോ അവരൊരു കൊണ്ടു കൊടുക്കുന്ന നല്ല വസ്ത്രങ്ങൾ. അതുപോലെ ഭോജനം, ശയനസുഖം, കളത്ര പുത്രാദി സുഖം, എല്ലാവർക്കും നമ്മോട് വളരെ സ്നേഹം, അങ്ങനെയൊക്കെ വന്നുകൂടുക. അതുപോലെ ധനത്തോടു കൂടി ധനം വരിക. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് നമുക്ക് ധനം വന്നു ചേരും, അതുണ്ടാകാം. പിന്നെ തൊഴിൽ ലഭിക്കുക. തൊഴിലന്വേഷകർക്ക് ഈ ദശ ഇത് നല്ല സ്ഥാനത്താണ് നിൽക്കണമെങ്കിൽ തൊഴിൽ ലഭിക്കും. പിന്നെ സ്വർണം, ധനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക്. അതുപോലെ കിട്ടാക്കടങ്ങൾ. ഇപ്പം നമ്മൾ ആർക്കെങ്കിലും കാശ് കൊടുത്തിട്ടുണ്ട്, അത് കിട്ടിയിട്ടില്ലെങ്കിൽ അത് കിട്ടുക, അങ്ങനെ അതും നമുക്ക് അനുഭവപ്പെടും. സർക്കാരിൽ നിന്ന് അതുപോലെ അനുമോദനങ്ങൾ, സമ്മാനങ്ങൾ. അപ്പോൾ വല്ല കലാകാരന്മാരാണ്, ഇപ്പോൾ എഴുത്തുകാർ, അതുപോലെ നടന്മാർ, ഇവർക്കൊക്കെ അനുമോദനങ്ങൾ, അംഗീകാരങ്ങൾ, ധനം കൊടുക്കുക സർക്കാർ. ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, അല്ല ഫെലോഷിപ്പ് കിട്ടുക, ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ വന്നു ചേരും. വിവാഹപ്രായത്തിലുള്ള ആൾക്കാണ് ശുക്രദശ വരണമെങ്കിൽ വിവാഹം ആ ദശയിൽ നടക്കും. മനസ്സിലായില്ലേ? ശുക്രദശയിൽ വിവാഹം നടക്കേണ്ട ഒരു ദശയാണ് ശുക്രദശ. അപ്പോൾ നമുക്ക് ആ വിവാഹപ്രായം എത്തി നിൽക്കുന്ന സമയത്താണ് ശുക്രദശയാണെങ്കിൽ നിശ്ചയമായിട്ടും ആ ദശയിൽ വിവാഹം നടക്കാനുള്ള എല്ലാ യോഗങ്ങളും ഉണ്ട്. പിന്നെ ക്രയവിക്രയത്തിൽ സാമർഥ്യം. അതായത് ഇപ്പം ഈ എന്താ പറയുക, റിയൽ എസ്റ്റേറ്റുകാർക്കൊക്കെ ഈ സമയത്ത് റിയൽ എസ്റ്റേറ്റ് നടത്തുന്ന ഒരാളൊക്കെയാണ് ഈ ശുക്രദശ ആ സമയത്ത് വന്നു അയാളുടെ ജാതകത്തിൽ നല്ല സ്ഥാനത്താണ് നിൽക്കണമെങ്കിൽ അയാൾക്ക് നല്ല ലാഭങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതുകൊണ്ട് ഉണ്ടാവും. ഇതൊക്കെയാണ് ശുക്രൻ നല്ല സ്ഥാനത്ത് നിന്നാലുണ്ടാവുന്ന ഫലങ്ങൾ. അത് നല്ല സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ ഇതുപോലുള്ള എല്ലാ ഫലങ്ങളും നമുക്ക് അനുഭവയോഗ്യമായിരിക്കും. ഇനി ജാതകത്തില് ഈ ശുക്രൻ ദുസ്ഥാനത്തായി കഴിഞ്ഞാൽ, ചീത്ത സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ, അയാൾക്ക് ഇഷ്ടമല്ല സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഫലങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് സന്താനത്തിനും കളത്രത്തിനും രോഗക്ലേശങ്ങൾ, ധനനഷ്ടങ്ങൾ, അവിചാരിതമായിട്ടുണ്ടാവണ ധനം നഷ്ടം, നമ്മൾ വിചാരിച്ചിരിക്കാണ്ടിരിക്കുമ്പോൾ ധനനഷ്ടം ഉണ്ടാവുക, അതൊക്കെ ഉണ്ടാവും. നയന രോഗം പിടിപെടുക, അതുപോലെ തന്നെ ഈ ഹൃദ്രോഗം പിടിപെടുക, ഇതിനുള്ള സാധ്യതകളും ഒക്കെ ജാതകത്തിൽ ഇയാൾ ദുസ്ഥാനത്താണ് നിൽക്കണേ എങ്കിൽ ഉണ്ടാവാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഇതൊക്കെ നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, നമുക്ക് ഇങ്ങനെ അനുഭവങ്ങൾ വരണ്ടോ എന്താ എന്നൊക്കെ ഉള്ളത് നമുക്ക് ആ ശുക്രദശ തുടങ്ങുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ വാഹനത്തിൽ നിന്ന് വീഴ്ച. വാഹനം എടുത്തു കഴിഞ്ഞാൽ എവിടെയും പോയി കഴിഞ്ഞാൽ വീഴ്ച. അത് ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യവും വാഹനത്തിൽ നിന്ന് ഇങ്ങനെ വീഴുക. അപ്പം തന്നെ പോയിട്ട് ഇത് എന്താ ഇത് സംഭവം എന്ന് നോക്കണം. അപ്പോൾ ജാതകം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ശുക്രൻ മോശമായിട്ടുള്ള സ്ഥലത്താണ് നിൽക്കണം. അപ്പം വളരെ സൂക്ഷിച്ചും കണ്ടും വേണം ഈ സമയത്ത് വാഹനത്തിൽ കയറാനും ഒക്കെ നോക്കുക. അതുപോലെ ബന്ധുക്കൾക്ക്, സഹോദരങ്ങൾക്ക്, ഇവർക്കൊക്കെ രോഗങ്ങൾ വരിക. നമ്മൾ സംരക്ഷിക്കേണ്ട ആൾക്കാർക്കൊക്കെ രോഗങ്ങൾ വരിക. എന്നാലാണല്ലോ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് ചെലവാണോ, അതിനു വേണ്ടിയാണ്. ധനനഷ്ടം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുക. പിന്നെ നമ്മുടെ ഇതുണ്ടാവും, നമ്മുടെ വിദേശഗമനം. വിദേശത്ത് പോകാനുള്ള അതിന് ശ്രമിക്കണമെങ്കിൽ ആ സമയത്ത് വിദേശത്ത് പോകാൻ പറ്റും. പക്ഷെ എന്ത് പറ്റും, വളരെ ആലോചിച്ചും കണ്ടും വേണം വിദേശത്ത്. ആ സമയത്ത് വിദേശത്ത് പോയി കഴിഞ്ഞാൽ ദുരിതങ്ങളായിരിക്കും. അപ്പോൾ എഗ്രിമെന്റ് പറയണ പോലൊന്നും ആയിരിക്കില്ല അവർ ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ വന്നിരും. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. അപ്പം അങ്ങനെയൊക്കെ അവരുടെ സ്ഥാനഭ്രംശം വരും. ബന്ധുവിരോധം, കലഹങ്ങൾ ഉണ്ടാവുക, കളത്ര പുത്രാദികളുടെ സ്നേഹത്തിന് കുറവ് വരിക, ഇതൊക്കെ ആയിരിക്കും ഈ ദശയിൽ ദുസ്ഥാനത്ത് നിന്നുള്ള ഫലങ്ങൾ. അപ്പം ഇതിനു വേണ്ടി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദുരിത നിവാരണത്തിനായിട്ട് നമ്മുടെ പരദേവതാ ക്ഷേത്ര ദർശനം,
ദേവീ ക്ഷേത്ര ദർശനം, പരദേവതാ ക്ഷേത്ര ദർശനം നടത്തിയിട്ട് അവിടെ പരദേവതാ പൂജ നടത്തണം. പ്രത്യേക പൂജയാണ് പരദേവതാ പൂജ. അതുപോലെ ലളിത സഹസ്രനാമം ചെല്ല. അടുത്തതായിട്ട് ഈ ദശ തുടങ്ങി ഒരു 8 മാസം ഇതൊക്കെ മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യാം. പിന്നെ നവഗ്രഹങ്ങളിൽ ശുക്ര ഗ്രഹ പുഷ്പാഞ്ജലി കഴിക്കാം. ഇതൊക്കെ ഒരു 8 പ്രാവശ്യമെങ്കിലും ചെയ്യാം. 8 മാസം ഇത് ചെയ്താൽ ഏറ്റവും നല്ലതാണ്. എല്ലാ മാസത്തിലും ഒരു പ്രാവശ്യം വെച്ച് 8 മാസം ചെയ്താൽ ഒരു പരിധി വരെ ദുരിതത്തിന് നിവാരണം ഉണ്ടാവും. പിന്നെ ഇതൊക്കെ കൂടുതലായിട്ട് ഇങ്ങനെ വരാണെങ്കിൽ അനുഭവ സമ്പത്തുള്ള നല്ലൊരു ജ്യോത്സ്യനെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ പ്രകാരം കൂടുതൽ വഴിപാടുകളോ വലുതോ ഒക്കെ കഴിക്കണമെങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ വളരെ ആശ്വാസകരമായിട്ടുള്ള രീതിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ എല്ലാ ദശകളും ആദ്യത്തെ ദശ മുതൽ ഈ ദശ വരെ എല്ലാ ദശകളുടെയും 9 ദശകളുടെയും ഫലങ്ങൾ ദുസ്ഥാനത്തായ എന്താവും, നല്ല സ്ഥാനത്ത് എന്താക്കാൻ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമസ്തേ.